യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളതിനെ റിസീവ് ചെയ്യുന്നു. നമ്മൾ പറയും സാഹചര്യങ്ങളിൽ ഞാൻ പതറത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചിലതിനെ ഫേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല. ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടത്, എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്, പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യങ്ങളാകാം. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കതിനുള്ള ഉത്തരമാകട്ടെ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ എങ്ങനെ ദൈവവചനത്തോടൊപ്പം ആയിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദൈവവചനത്തെ എങ്ങനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാമെന്ന് കേൾക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-23 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ ദൈവത്തിന് പറയുക, അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എന്തുകൊണ്ട് അത് പറഞ്ഞു? നിന്നോട് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും നീ അനുഭവിക്കുവാനിടയാകും. നീ ഏതിനെയാണോ മുറുകെ പിടിച്ചിരിക്കുന്നത് അത് നിന്റെ ലൈഫിൽ നീ കാണുവാനിടയാകും. നിന്നോട് പറഞ്ഞ ദൈവവചനത്തെയാണോ, ഞാൻ കേട്ട ദൈവവചനമാണോ, എന്നോട് പറഞ്ഞ ദൈവവചനമാണോ, ഞാൻ വായിച്ചതാണോ, അതാണോ എൻ്റെ ഹൃദയത്തിലുള്ളത്, ആ വാഗ്ദത്തങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞേ ദൈവവചനത്തെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം എഴുതിയിരിക്കുക: കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും കൊണ്ടുവരും. എൻ്റെ ലൈഫിൽ ട്രബിൾസ് വരാം, ഹാർഡ്ഷിപ്പ് വരാം, ഡിസ്ട്രസ് വരാം, പ്രഷർ വരാം, പല പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകാം. ഇതാണ് പറഞ്ഞത്, പല ചിന്തകളാൽ മുള്ളിനിടയിൽ വീണ വിത്ത് അത് മുളയ്ക്കാതെ ഫലം കൊടുക്കാതെ അതില്ലാതെയായിപ്പോയി. മുള്ളിനിടയിൽ വീണ വിത്ത് ഫലം കൊടുക്കാതെ അത് മുളയ്ക്കാതെ ഇല്ലാതെയായിപ്പോയി. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത്, അവരുടെ മുമ്പിൽ പ്രശ്നങ്ങളൊന്നും വന്നില്ലേ? അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? അവരും ഇതുപോലത്തെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്തില്ലേ? അവരെയും മറ്റു പലതും പറഞ്ഞിട്ടുണ്ടാകില്ലേ? പലതും അവരുടെ മുൻപിലൂടെ പോയി. അവരുടെ മുൻപിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, അവരും ഇതേപോലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തു. പക്ഷേ അവർ കേട്ട ദൈവവചനത്തെ അവർ മുറുകെ പിടിച്ചു. അതുകൊണ്ട് സാഹചര്യങ്ങൾ അവരെ താഴോട്ട് കൊണ്ടുപോയില്ല. അവർ സഹിഷ്ണുതയിൽ വളർന്നു. ഒന്ന് പറഞ്ഞേ, സഹിഷ്ണുതയിൽ വളർന്നു. അവർ ക്ഷമയോടെ കേട്ട ദൈവവചനത്തെ ഏറ്റുപറഞ്ഞു. അവർ സഹിഷ്ണുതയോടെ അതിനെ കൺഫസ് ചെയ്തു. അവരുടെ മുൻപിലും പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ ആരെയും വിട്ടുപോയില്ല. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. പക്ഷേ ഓരോ വ്യക്തികളും ഓരോ വിധത്തിൽ അതിനെ കണ്ടു. ചിലർ അതിനെ ഭയപ്പെട്ടു, ചിലർ ഇതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഓടി നടന്നു. പക്ഷേ ദൈവവചനത്തെ ഹോൾഡ് ചെയ്തൊരു വ്യക്തി
ബലപ്പെട്ടു വന്നു. തന്നോട് പറഞ്ഞ ദൈവവചനത്തെ വിശ്വസിച്ച വ്യക്തി, അതിനെ മുറുകെ പിടിച്ച വ്യക്തി ബലപ്പെട്ടു വന്നു. ഒന്ന് പറഞ്ഞേ, ദൈവവചനത്തെ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഐ മീൻ ദൈവവചനത്തെ ഹോൾഡ് ചെയ്യണം. അവിടെ എഴുതിയിരിക്കുക, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഈ സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് സിദ്ധത എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ് ക്യാരക്ടർ, മാച്യൂരിറ്റി, പക്വതയെ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞേ, പക്വതയെ കൊണ്ടുവന്നു. നമുക്കറിയാം, ചില ആളുകൾ, ചില കുഞ്ഞുങ്ങൾ പെരുമാറുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് കൊച്ചല്ലേ, അതിന് പക്വതയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയെന്ന് പറയും. ഒരു സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അതിനെ ശരിയായ വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ചിലരെ നോക്കിയിട്ട് നമ്മൾ പറയും, അത് പക്വതയോടല്ല അതിനെ ഹാൻഡിൽ ചെയ്തത്. കാരണം എന്താണ്? അതിന് പരിചയ സമ്പത്തില്ല. പ്രായമുള്ളവരും അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും അതിന് ബോധമില്ലാത്തതുകൊണ്ടാന്ന് പറയും. കൊച്ചു പിള്ളേരാകുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് എന്താ? അത് കൊച്ചാണ്, അതിന് പരിചയ സമ്പത്ത് കുറവാണ്. പ്രായമായിട്ടും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിന് ഇനി ബോധം വരാൻ സാധ്യത കുറവാണെന്ന് പറയും. എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ, അയ്യോ ദൈവമേ എന്തുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെയെന്ന് എൻ്റെ വായിൽ നിന്ന് വരണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന് പകരം നീ ഓരോ പടിയായി മുകളിലോട്ട് കയറണം. അവനെ കൈ പിടിച്ചുകൊണ്ട്, അവൻ നിനക്ക് തന്നിരിക്കുന്ന വചനത്തിൽ ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ അതിന് മുകളിൽ ചവിട്ടണം. നിന്റെ മുൻപിൽ വരുന്ന സാഹചര്യത്തെ പക്വതയോടെ ഫേസ് ചെയ്യണം, പക്വതയോടെ ഹാൻഡിൽ ചെയ്യണം. എന്ന് പറഞ്ഞ് പക്വതയോടെ ഹാൻഡിൽ ചെയ്യണം. ഹല്ലേലൂയ. ഐ മീൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകുന്നു. ഐ മീൻ അവൻ്റെ ലൈഫിൽ ഹോപ്പ് ഉണ്ടാകുന്നു, ഉറപ്പുണ്ടാകുന്നു. എന്ത് കാര്യത്തെക്കുറിച്ചാണ് അവന് ഉറപ്പുണ്ടാകുന്നത്? കഷ്ടങ്ങൾ വരുന്ന ആളുകൾക്കൊക്കെ ഉറപ്പുണ്ടാകുന്നോ? അഞ്ചലായിരിക്കുന്ന സമയത്ത് ഏട്ടൻ മെസ്സേജുകൾ പറയുമ്പം പറയാറുണ്ട്, ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്ത് ചർച്ചിൻ്റെ ആദ്യ കാലങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ സുവിശേഷത്തിനെതിരായി പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒത്തിരി ആളുകൾ വന്ന് വീട്ടിൽ ഉപദ്രവിക്കാൻ വരികയും വളരെ മോശമായിട്ട് ഇവിടുന്ന് തന്നെ ഓടിക്കുമെന്ന് പറയുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. ചില രാത്രികൾ ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ രാത്രിയിൽ ഉപദ്രവിക്കാൻ വരുമോ, വീടിന് കല്ലെറിയുന്നുണ്ടോ, പല കാര്യങ്ങളും സംഭവിച്ചിരുന്ന സമയത്ത് ഏട്ടനൊരു പാട്ട് എഴുതി. അന്ന് ഞായറാഴ്ച വന്ന് ഏട്ടൻ മെസ്സേജ് പറയുന്നത് രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ ഒറ്റുകാരെ ഒളിപ്പിച്ചതിനെ കുറിച്ചിട്ടായിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഇവിടുന്ന് ഓടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരും സഹായത്തിനില്ല, സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് നേരെ എഴുന്നേറ്റ ഭീഷണി വലുതായിരുന്നു. അതിനിടയിൽ എങ്ങനെയാ പാട്ട് വരുന്നത്? പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ഉറപ്പുണ്ടായി, ഒരു പ്രത്യാശയുണ്ടായി. ദൈവവചനത്തിൽ നിന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടായാൽ അതിനെ തകർത്ത് കളയാൻ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ? ആ നാട്ടിൽ ഞങ്ങൾ താമസിച്ചു. അന്ന് ഞായറാഴ്ചയും പ്രസംഗിച്ചു. അന്ന് അവിടെ വന്ന ഓരോ വ്യക്തികളോടും പറഞ്ഞു, രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ ഒറ്റുകാരെ ഒളിപ്പിച്ചപ്പോൾ ഒരു രാജ്യം മുഴുവൻ സൈന്യവുമായി വന്ന് ആ വീട്ടിൽ അരിച്ചു പറക്കിയിട്ടും ആ വ്യക്തിയെ കണ്ടില്ല. ഒരുവൻ നിന്നെ ഒളിപ്പിച്ചാൽ, സ്വർഗം നിന്നെ ഒളിപ്പിച്ചാൽ, ഒരാൾക്കും നിന്നെ അവിടെ നിന്ന് ചൂഴ്ന്നെടുക്കുവാൻ കഴിയത്തില്ല. ഒരു കണ്ണുകളും നിന്നെ കാണത്തില്ല. ബലമുള്ള ഒന്നിലോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഏതെങ്കിലും കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള ഏതെങ്കിലും സുരക്ഷിത താവളത്തിലോ അല്ല അവരെ ഒളിപ്പിച്ചത്. അവരെ ഒളിപ്പിച്ചത് ബലമില്ല എന്ന് തോന്നുന്ന ചണത്തണ്ടുകൾക്കകത്തായിരുന്നു ഒളിപ്പിച്ചത്. നമുക്ക് തോന്നും ബലമില്ലാത്ത സാഹചര്യത്തിലാണ്. ആരാ സഹായിക്കാനുള്ളത്? ആരാ കരുതാനുള്ളത്? പക്ഷേ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് ഒരുവൻ ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ വരുന്നത് ഒന്നിനെയും നീ ഭയക്കത്തില്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് ആർക്ക് നിന്നെ പിടിച്ചു പറിക്കുവാനായി കഴിയും? ഇത്രയും കാലം അവിടെ തന്നെ ആയിരുന്നത്. ദൈവത്തോട് അനുഗ്രഹിക്കാനിടയായി, ദൈവജനത്തോട്
ദൈവജനത്തോടൊപ്പമാണ് ഒരുവൻ ചലിക്കുന്നതെങ്കിൽ, ദൈവജനത്തെയാണ് കൺഫസ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ടാകും, പ്രത്യാശയുണ്ടാകും. ഒന്ന് പറഞ്ഞേ, പ്രത്യാശയുണ്ടാകും, ഉറപ്പുണ്ടാകും. ദൈവജനത്തിൽ നിന്നുള്ള ഉറപ്പ് ആ വ്യക്തിയെ മുൻപോട്ട് കൊണ്ടുപോകും. പ്രശ്നം എന്നോട് എന്താ സംസാരിക്കുന്നത്? പ്രശ്നം എന്നോട് സംസാരിക്കുന്നത് നീ കേട്ട ദൈവജനത്തിന് എതിർദിശയാണ് സംസാരിക്കുന്നത്. അതിനെതിരെ നിന്നോട് സംസാരിക്കത്തുള്ളൂ, അതിനെതിരെ നിന്നോട് പറയത്തുള്ളൂ. അപ്പോൾ തോന്നും, അയ്യോ ഇതെങ്ങനെയാ ശരിയാകുന്നത്? അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്ന ലീഡേഴ്സിനോട് പറയും, ചില ആളുകൾ ബലഹീന വിശ്വാസിയാ, അവർ പ്രശ്നം വരുമ്പോൾ വാടിപ്പോകും, അവരെ ബലപ്പെടുത്തുക. എന്നാൽ എൻ്റെ ലൈഫിൽ ദൈവജനത്തോടൊപ്പം ചലിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാനതിനെ കൺഫസ് ചെയ്യുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രശ്നം എന്നെ താഴോട്ടല്ല കൊണ്ടുപോകുന്നേ, ഓരോ പ്രശ്നവും എന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഏട്ടൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്. വള്ളത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളപ്പൊക്കത്തെ പേടിക്കണോ? വള്ളത്തിലിരിക്കുന്ന ഒരു വ്യക്തി വെള്ളം പൊങ്ങുന്നോറും പൊങ്ങിക്കൊണ്ടേയിരിക്കും. പ്രശ്നം നിന്നെ താഴോട്ട് കൊണ്ടുപോകത്തില്ല, പ്രശ്നം നിന്നെ ഓരോ പടി മുകളിലോട്ട് കൊണ്ടുപോകും. നീ പിടിച്ചിരിക്കുന്നത് ബലമുള്ള ഒന്നിലാണ്, നീ ആശ്രയിച്ചിരിക്കുന്നത് ബലമുള്ള ഒരു ഗോപുരമാണ്. നിന്നെ പിടിച്ചിരിക്കുന്ന കരം അത് ഏതിരുമ്പിനേക്കാൾ ബലമുള്ളതാണ്. ഏത് രാജ്യത്തേക്കാൾ സുരക്ഷിതയുള്ളതാണ്. നീ ആശ്രയിക്കുന്ന എന്തിനേക്കാളും നിന്നെ കരുതുവാൻ ശക്തമാണ്. എന്ന് പറഞ്ഞ് ദൈവവചനത്തെ മുറുകെ പിടിച്ചാട്ടെ. ദൈവവചനത്തെ മുറുകെ പിടിക്കണം. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. അതിൻ്റെ 5-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അവിടെ ഒരു കുത്തും കോമയുമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബിക്കോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തിനും ഭംഗം വരുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും അവസാനിക്കുന്നില്ല. അത് ഹോപ്പ്ലെസ് അല്ല, അത് എൻഡ് അല്ല, അത് ഫെയിൽ അല്ല. അത് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വസിക്കുന്നു. ഒന്ന് പറഞ്ഞേ, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതൊരിക്കലും അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാ ഒരാൾ ഫേസ് ചെയ്യുന്നത്? അത് ആ വ്യക്തിയിലുള്ള ദൈവവചനത്തിന്റെ നിറവിനെ കാണിക്കുന്നു. ആ വ്യക്തി ദൈവവചനത്തോടൊപ്പം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് കാണിക്കുന്നു. നമ്മൾ സർവ്വസാധാരണമായി പറയുന്നൊരു വാക്കാണ് മക്കളെങ്കിൽ അവകാശികളാകും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. റോമർ 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അടുത്ത വാക്യം കൂടെ വായിക്കാം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഞാൻ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. അവകാശം എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു, വാഗ്ദത്തം എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ താഴത്തെ വാക്യം നമുക്ക് എത്രത്തോളം അറിയാമെന്ന് അറിയത്തില്ല. കഷ്ടമെന്ന് പറയുമ്പോൾ രോഗവും ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലായ്മയുമല്ല, ദൈവവചനപ്രകാരം നീ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. അതിനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് ചോദിച്ചേ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തു പറയാറുണ്ട്? പ്രശ്നം വരുമ്പോൾ എങ്ങനെയാ ഫേസ് ചെയ്യാനുള്ളത്? വീണ വിത്ത് എവിടെയാണ് വീണിരിക്കുന്നത്? മുള്ളിനിടയിലാണോ? അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ ആ വചനത്തെ ഞെരുക്കി കളയുന്നുണ്ടോ? അതോ നല്ല നിലത്താണോ വീണത്? ആ വചനത്തെ ഞാൻ ധ്യാനിക്കുന്നുണ്ടോ? പ്രശ്നം വരുമ്പോൾ ഞാൻ കൺഫസ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ
ഈ പ്രശ്നം എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നതെന്നാണോ ഞാൻ ഭയക്കുന്നത്? എന്താണ് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മൾ പ്രശ്നം വരുമ്പോഴാണ് മന്ദതയുള്ളതാകുന്നത്. എന്തുവാണ് മന്ദത? ആത്മീയ മന്ദത. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുക, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. എന്തോ ഈ മന്ദത എന്ന് പറഞ്ഞാൽ, എന്തേലും കാര്യം വരുമ്പം നമ്മളെല്ലാവരും പറയും, അയ്യോ ഇന്ന് ഞാൻ ചർച്ച വരുന്നില്ല, ഒരു മൂഡില്ല, അയ്യോ എനിക്കൊരു സന്തോഷമില്ല. എന്തെങ്കിലും വയ്യാഴിയുണ്ടോ? വയ്യാഴിയായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മടിയായിട്ടാണോ? അങ്ങനെ മടിയായിട്ടും ഒന്നുമില്ല. വെറുതെ അതും ഇതൊക്കെ ആയിട്ട് തണുത്തുപോയി, പോകാനുള്ള ആഗ്രഹം പോയി, എന്തോ മനസ്സിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ട്, അതാരോടും പറയാൻ വയ്യ. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറഞ്ഞ ആത്മീയ മന്ദത എന്ന് പറഞ്ഞേ. ആത്മീയ മന്ദത. ദൈവജനം പറയുകയാണ്, നീ മന്ദതയുള്ളവരാകാതെ, അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും, വിശ്വാസത്താലും ദീർഘക്ഷമയാലും നീ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. ദൈവദിനത്തിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവർ എങ്ങനെയാണ് വാഗ്ദത്തങ്ങളിലേക്ക് പോയത്? അവർ വിശ്വാസത്തോടും ക്ഷമയോടും കൂടെ അതിനെ കൺഫസ് ചെയ്തു. അവരോട് പറഞ്ഞ ദൈവവചനത്തെ അവരുടെ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്തു, അതിനെ മുറുകെ പിടിച്ചു, അതിനെ മുറുകെ പിടിച്ചു, അതിനെ മുറുകെ പിടിച്ചു. അവർ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുവാനിടയായി. എങ്ങനെയാണ് വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത്? ഞാൻ കേട്ട ദൈവവചനത്തെ ഞാൻ എത്രത്തോളം മുറുകെ പിടിക്കുന്നു, അത്രത്തോളം ഞാൻ വാഗ്ദത്തത്തിലേക്ക് കടക്കും. ഏട്ടൻ ഇവിടെ നിന്ന് മെസ്സേജ് പറയുമ്പോൾ ഏട്ടൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമുണ്ട്, എനിക്കുള്ളത് മുഴുവനും ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു, ഞാൻ എൻ്റെ സമയത്തെ ഞാൻ കർത്താവിന് കൊടുത്തു, ഞാൻ എൻ്റെ ആരോഗ്യത്തെ ഞാൻ കർത്താവിന് കൊടുത്തു. അയ്യോ, എല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന വ്യക്തി എങ്ങനെയാ വളരുന്നത്? നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തന്നെ വർദ്ധിച്ചു വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ടാ. പക്ഷെ കൊടുത്തോണ്ടിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് വളരുന്നത്? ദൈവദിനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറയുന്നു, 1 മണിക്കൂറെങ്കിലും കർത്താവിനോടൊപ്പം ഇരിക്കുക. പക്ഷെ നമുക്ക് പണി ചെയ്തിട്ട് തീരുന്നില്ല. അല്ല, കറക്റ്റ് ദശാംശം കർത്താവിന് കൊടുക്കുക. അയ്യോ, വീട്ടിൽ ഒരു കാര്യം നടക്കുന്നില്ല, ഇതുകൊണ്ട് തന്നെ തികയുന്നില്ല. പക്ഷേ ഏട്ടൻ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിനക്കുള്ളത് മുഴുവൻ കർത്താവിന് കൊടുക്ക്, നീ വർദ്ധിച്ചു 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 വരുന്നത് കാണാം. എങ്ങനെയാ വർദ്ധിച്ചു വരുന്നത്? നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ദൈവവചനമാ. നീ അതിനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അതിനെയാണ് നീ മുറുകെ പിടിക്കേണ്ടത്. അതിനെ നീ മുറുകെ പിടിക്കുന്നതനുസരിച്ച് നീ വർദ്ധിച്ചു 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 വരുന്നത് നീ കാണും. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവജനത്തിൽ ബലപ്പെടണമെന്നും ധൈര്യത്തോടായിരിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവജനം പറയുക, സഹിഷ്ണുതയോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ പ്രവൃത്തിയെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയും. പല വാക്കുകളും നമ്മളെ ടെൻസ്ഡ് ആക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ സഹിഷ്ണുതയോടെയും പ്രത്യാശയോടെയും ഇരിക്കുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ദൈവമായൊരു നല്ല ബന്ധമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. ബ്ലെസ് യു. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് ചിത്ര എന്നാണ്. മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. എനിക്ക് ഏറ്റവും നന്നായി ചിരിക്കുന്ന ഒരേ ഒരാളെ നിങ്ങളുടെ ചർച്ചിലുള്ളൂ, അത് നിങ്ങളുടെ സ്വന്തം സഹോദരിയാ. പറ. കഴിഞ്ഞ മാസം 25-ാം തീയതി സിസ്റ്ററിന്റെ വസ്തുവിൽ പോയിട്ട് വരുന്ന വഴിക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സിസ്റ്ററിന്റെ കണങ്കാല് അകന്നുപോയി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിന് കാലിൽ നീരും വേദനയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദറിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ നീരും വേദനയും പൂർണ്ണമായി മാറിപ്പോയി എന്നാണ്. അന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നടക്കാം. അപ്പൊ പോയി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. അതൊരു വലിയ കാര്യം കേട്ടോ. കാലിൽ എന്തൊക്കെയോ സാധനം ചുറ്റിക്കൊണ്ടോ വന്നിരുന്നേ. നടക്കാൻ ബെൽറ്റ് ഇട്ട് വന്നിരുന്നു. അന്ന് തന്നെ സൗഖ്യമായി.
അത് ഞാൻ മനഃപൂർവ്വമായിട്ടും തൊട്ടു നോക്കി കേട്ടോ. അപ്പോൾ കാണിച്ചു കൂട്ടിയ മേളമെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാരണം അത്ര വേദനയായിരുന്നു പുള്ളിക്കാരിക്ക്. ഇതെന്തോ കാലി കെട്ടി വെച്ചിരിക്കുന്ന, എൻ്റെ ദൈവമേ, ഇത്രയും കെട്ടും പൂട്ടൊക്കെ ഉണ്ടോ എൻ്റെ യേശുവേ. നിങ്ങളും കൂടെ കര ഉയർത്തി പ്രാർത്ഥിച്ച് ഞാനത് ഊരിക്കളയാൻ പോവാ. ഇതെല്ലാം എടുത്തില്ലേ ചാ? വേദനയുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? സൗഖ്യമായാലും എങ്ങനെ അറിയുന്നല്ലാതെ ഞാൻ ഞെക്കി നോക്കുമോ വേദന വരുമെന്ന് അറിയട്ടെ. കാല് വെക്കാം, നമുക്ക് പറ്റിയ ചാൻസ് രണ്ടാമൊക്കെ നോക്കാം. വേദനയുണ്ട്? ഉണ്ട് ഉണ്ട്. ഓ എടുക്കുന്നില്ല ചാ, മതി. കർത്താവേ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ചലിപ്പിക്കേ. പോയി. നന്ദി അപ്പാ, അങ്ങയുടെ അത്ഭുത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നോക്ക പോയി. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? വാ. ഇല്ല, നേരത്തെ മൂക്കും കണ്ണൊക്കെ കാണിച്ചോണ്ടിരുന്ന നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആരും കണ്ടില്ലേ ഇതൊന്നും? ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ഇത് ഇയാൾ വിശ്വാസത്തോടെ വന്നിരിക്കുന്നത്, ഇതിനകത്ത് അത്ഭുതം ഉണ്ടാവുമെന്ന് എനിക്കും അറിയാം. കർത്താവേ, നീ ചെയ്ത സൗഖ്യത്തിന് നന്ദി അപ്പാ. നടന്ന അന്ന് എനിക്ക് ബെഡിൽ അവരെ കാല് വെക്കാൻ പറ്റിയില്ല, ബെഡിൽ വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കണ്ണടച്ചിട്ട് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം വന്നു. ബ്രദർ ഞാൻ കണ്ടത്, ബ്രദർ സംസാരിച്ച്, വിധവയെ മാനിക്കുന്നത് കർത്താവാണ്, നീ എങ്ങനെ ശരീരത്തിൽ കയറി. ആ സെക്കൻഡ് ഒരു ശബ്ദം, ഒരു ഒച്ച വെച്ചിട്ട് പോയ ശബ്ദം എൻ്റെ കാലിൽ വ്യക്തിപരമായി ഞാൻ കേട്ട്. ആ നിമിഷം എൻ്റെ കാല് ബെഡിലെ വയ്ക്കാൻ പറ്റി. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, കംപ്ലീറ്റ് സൗഖ്യമായി. കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്നത് അവൻ്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തുക, ദൈവത്തിൻ്റെ പ്രവൃത്തി, ഓരോ വാക്തത്വങ്ങളെയും അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മളെല്ലാവരും കർത്താവ് വീണ്ടും വരുമെന്നും അല്ലെങ്കിൽ ഒരു നിത്യതയുണ്ടെന്നും ഒക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഓരോ സാക്ഷ്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിടുതലുകളും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന പ്രശ്നം ഏത് തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ, വീര്യപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പാ. ഇതുവരെ കാണാത്ത ശ്രേഷ്ഠത ഇവരുടെ വീടുകളിൽ വെളിപ്പെടട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ. മനോഹരമായ ചില സ്വപ്നങ്ങൾ ചിലർക്കുണ്ടാകട്ടെ അപ്പാ, ഇതുവരെ കാണാത്ത മനോഹരമായ സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹാലോ ഷേഖലോധരേ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുക, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുക. അപ്പോൾ എനിക്കൊരു കാഴ്ച കാണാം. ഒരു വ്യക്തി വളരെ പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു കുന്നുപോലത്തെ ഒരു സ്ഥലം, എന്നാൽ അത് പച്ചപ്പുള്ളതൊന്നുമല്ല. അതിൻ്റെ താഴ്വാരത്ത് നിൽക്കുന്ന ഒരു കുതിരയെ ആ വ്യക്തി 2 ദിവസത്തിനുള്ളിൽ സ്വപ്നം കണ്ടു. ആ വ്യക്തിയോട് കർത്താവ് ചിലത് സംസാരിക്കുക, നിനക്ക് സമാധാനത്തിൻ്റെ ദിവസങ്ങൾ മുൻപിലുണ്ട് എന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ. പ്രതീക്ഷകളുടെ ദിവസങ്ങൾ, ദൈവപ്രവൃത്തിയെ കാണാനായി കഴിയും, ദൈവപ്രവൃത്തിയെ കാണാനായി കഴിയും. കർത്താവെ, ആ വീട്ടിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ, ആ വീട്ടിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ഹാലോ ഷേഖലോധരേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു ഒപ്പ് കാണാം. അതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നത് AJMAL എന്നൊരു സ്പെല്ലിങ്ങുകളാണ് എനിക്ക് കാണുന്നത്. എന്നാൽ ആ വാക്കിനോട് ബന്ധിക്കപ്പെട്ട് ചില പ്രശ്നങ്ങളിലായിരിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിലായിരിക്കുന്ന, വേദനയോടായിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരത്തോടായിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ, ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. എന്നോടൊപ്പം ആയിരിക്കുന്ന കർത്താവെ, എനിക്കൊരു വ്യക്തിയും കൂടെ കാണാം. ആ വ്യക്തിയുടെ ശരീരത്തിൽ
അത് സാധാരണ നമ്മൾ പൊങ്ങി വരുന്ന പനിയുണ്ടല്ലോ, അതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ശരീരത്ത് പൊങ്ങി പൊങ്ങി കുരുക്കൾ വരുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെ പെയ്യട്ടെ അപ്പാ, സമൃദ്ധി മഴ പോലെ പെയ്യട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.